ഹായ് മച്ചാമാരെ, അപ്പോൾ നമ്മൾ ഇന്നുള്ള വെട്ടുപാറയാണ് കേട്ടോ. വെട്ടുപാറ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ അരീക്കോട് എടവണ്ണപ്പാറ റൂട്ടിൽ വെട്ടുപാറ എന്ന ലൊക്കേഷനാണ് നമ്മുടെ സൈറ്റിൽ നിന്ന് വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഈ സൈറ്റിലേക്ക് നമ്മൾ വന്നത് പ്രൊഫൈലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മളെ ഇലക്ട്രീഷ്യൻ കൊടുത്ത നമ്പറാണ് കേട്ടോ. അയാൾ ഇനി വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്നിരുന്നാലും നമുക്ക് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇന്ന് നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈറ്റിൽ ഏകദേശം 100 മീറ്ററോളം വരുന്നുണ്ട് പ്രൊഫൈലൈറ്റിൻ്റെ ഡിസൈൻ. അപ്പോൾ ഇവിടെ എന്തായാലും പുട്ടിയുടെ മുന്നായിട്ട് നമ്മൾ ചാനൽ ഫിക്സ് ചെയ്യാണ്. ഇവിടെ വൈറ്റ് സിമെന്റ് അപ്ലൈ ചെയ്യുന്നില്ല, അതിന് പകരമായിട്ട് പുട്ടി തന്നെ ഡയറക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ സൈറ്റിൽ നമ്മൾ കുറച്ച് ഡിസൈനുകളുണ്ട്, കുറച്ച് ഡിസൈനുകളൊക്കെ നിങ്ങൾക്ക് കാണിക്കുക. അതായത് എല്ലാ ഡിസൈനും ഓണർക്ക് നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കാണിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ കുറേ ഡിസൈനുകൾ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ആ ഏരിയക്കൊത്ത ഡിസൈൻ എന്താ ഓണറെ കയ്യിൽ തന്നെ കുറച്ച് ഡിസൈനുകളുണ്ട്. അതേപോലെ തന്നെ എഞ്ചിനീയേഴ്സ് കൊടുത്ത കുറച്ച് ഡിസൈൻ ഉണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പ്രയർ ഹാള്, അതേപോലെ തന്നെ ഡൈനിങ് ഹാള്, ലിവിങ്, ബെഡ്റൂമുകൾ, കിച്ചണ്, പിന്നെ അങ്ങനത്തെ ഒത്തിരി ബാൽക്കണി, സിറ്റ് ഔട്ട് എല്ലാ ഏരിയയിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഡിസൈൻ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഡയറക്റ്റ് സീലിംഗിലാണ് ചെയ്യുന്നത്, ജിപ്സ് അല്ലാതെ POP ഇല്ലാതെയാണ് നമ്മൾ ഡയറക്റ്റ് സീലിംഗിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഫിനിഷിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെ കോസ്റ്റ് അത്രയും കുറയാനും ചാൻസ്. ജിപ്സത്തിൽ ചെയ്യുമ്പോൾ ജിപ്സത്തിൻ്റെ കോസ്റ്റ് നമുക്ക് ഇതിൽ ഏതായാലും ഉണ്ടാവില്ല, ഇൻക്ലൂഡ് അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത്രക്കും റൈറ്റ് കുറക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന് കറണ്ട് ചാർജ് എന്താ വെച്ചാൽ സാധാ ലൈറ്റിനെക്കാട്ടിലും കുറച്ച് കൂടുതലാണ് കേട്ടോ. അത് പലരും നമ്മളെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിനോട് സംസാരിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വർക്ക് കിട്ടണമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ ഓരോ സമയത്തും ഞാൻ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വർക്ക് എടുക്കുന്നത്. പലരും വിചാരിക്കുന്നുണ്ട് നമ്മൾ പറയാതെ എടുക്കുന്നത്, ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അത് അവനാണ് താല്പര്യങ്ങളാണ്. പിന്നെന്താ വെച്ചാൽ നമ്മൾ ഓരോ വർക്ക് എടുക്കുമ്പോഴും അവനാണ് പ്രാപ്തിയുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ആ വർക്ക് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ആ വീഡിയോനെ തൊട്ട് താഴെ എന്തെങ്കിലും ക്ലയൻറ്റിൻ്റെ നമ്പറോ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടോ നമ്മൾ ആഡ് ആക്കുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വർക്കിനെ കുറിച്ച് എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓലായിട്ട് കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഓല് എന്തായാലും നമ്മൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഓല് പറയും, അല്ലെങ്കിൽ ഓർക്ക് പോരായ്മകൾ എന്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയും. കാരണം ആ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ മച്ചാൻ വരെ ഇതേപോലെയൊക്കെ ചെയ്യാൻ താല്പര്യം തീർച്ചയായിട്ടും ബയോയിൽ നമ്പറുണ്ട്, വിളിച്ചോളി. ആവശ്യക്കാർക്കുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്തു കൊടുക്കും കേട്ടോ. പിന്നെ മച്ചാന്മാരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെ വർക്കിന്റെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സ്പോട്ടിൽ വന്ന് ചെയ്യാൻ പറ്റുക നമ്മൾ അത്രയും ബിസി ആയിന്, ഏകദേശം വർക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഇതിലെന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ബയോയിൽ നമ്പർ എടുത്ത് തീർച്ചയായിട്ടും വിളിച്ചോളി. നമുക്ക് ഫ്രീ ആണ് സമയത്ത് എല്ലാ സംശയങ്ങൾക്കും നമ്മൾ മറുപടി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ സുഹൃത്തുക്കൾക്ക് പ്രത്യേകിച്ച് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.